അവർക്ക് നമസ്കാരം. ഈ കർക്കിടക മാസത്തിൽ ബോട്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഏത് മാസത്തിലും കഴിക്കാം. എന്നാലും ഞങ്ങളെങ്ങനെയാണ് ബോട്ടി ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. ഈ ബോട്ടി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം 2-3 പ്രാവശ്യം തിളച്ച വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് വീണ്ടും കുക്കറിലിട്ടിട്ട് അതിനാവശ്യമായ ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കുറേശ്ശെ ഇട്ട് ചതച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത ബോട്ടിയാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. ബോട്ടിയൊക്കെ നല്ലോണം ക്ലീനായിട്ടാണ് കിട്ടണേ. എങ്കിൽ പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് തന്നെ ഊറ്റിക്കളയും. ചിലരൊക്കെ പറയും അതിൻ്റെ സത്തൊക്കെ പോകുമെന്ന്. പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്യാറ് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ അടുപ്പിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വലിയൊരു സ്പൂണ് പെരുംജീരകം ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിക്കും. പിന്നെ 2 സവാള നന്നായിട്ട് വഴറ്റിയെടുക്കും. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇത്രയും സാധനങ്ങളിട്ടിട്ട് നമ്മളൊന്ന് ഒരു 2-3 മിനിറ്റ് നേരം അത് വഴറ്റി കിട്ടുമോ ഒന്ന് സോഫ്റ്റായി വരുന്ന ഇടം വരെ ബോട്ടി എപ്പോഴും നല്ലതാണെന്ന് പഴയ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഓർത്തിട്ട് ഞങ്ങളങ്ങനെ വാങ്ങാറില്ല. ഉണ്ടാക്കാനും കുറച്ച് മടിയും ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ ഇത് കഴിച്ച് ശീലമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇതുണ്ടാക്കാറുണ്ട് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ പോലും ഉണ്ടാക്കാൻ മടി കൊണ്ട് വല്ലപ്പോഴും ഉണ്ടാക്കും. അതിനെ ഒന്ന് സോഫ്റ്റായി വന്നതിൻ്റെ ശേഷം നമ്മൾ ഈ നന്നായിട്ട് പിന്നെ വഴന്ന് വന്നതിനകത്തേക്ക് കുറച്ച് ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഇത് ഫ്രൈ ആയതുകൊണ്ട് ഒത്തിരി മസാലകളൊന്നും ഇടില്ല കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടും. ഒരു ചെറിയ സ്പൂണ് ചുവന്ന മുളക് പൊടി ഇടും കേട്ടോ, ഒരു കളറിന് മാത്രം. പിന്നെ 2 ടേബിൾ സ്പൂണ് കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. ഇത്തിരി പിന്നെ മസാല, ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഗരം മസാല ഇട്ട് അതിൻ്റെ പച്ചമണം മാറണയിടം വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് നമ്മൾ വരട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് വെന്ത് പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയ പിന്നെ ബോട്ടിയാണ് അതിനകത്തിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയുക. ബായ്.